വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, ഭാരതത്തിന്റെ നേട്ടങ്ങൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് മൺസൂൺ സെഷന് മുന്നോടിയായി പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഭാരതം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു വരികയാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 100% വിജയമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വിവരങ്ങൾ നിലിമ, വർഷകാല സമ്മേളനം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായാണ് പാർലമെന്റ് അങ്കണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഓരോ സമ്മേളന കാലയളവും ആരംഭിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കാണുന്ന പതിവ് പ്രധാനമന്ത്രിക്കുണ്ട്. അദ്ദേഹം സർക്കാരിന്റെ നിലപാടുകൾ ഒപ്പം വിവിധ വിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങളുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിലും പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും രാഷ്ട്രത്തിനു വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന ആഹ്വാനം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. കൂടാതെ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഭാരതത്തിന്റെ സൈനിക ശക്തി ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. പഹൽഗാമിൽ നടത്തിയിട്ടുള്ള ക്രൂരതയ്ക്ക് ഭീകരർക്ക് കനത്ത മറുപടി നൽകി. മിനിറ്റുകൾക്കുള്ളിലാണ് ഭീകരരുടെ താവളത്തിൽ കയറിക്കൊണ്ട് കനത്ത തിരിച്ചടി ഭാരതം നൽകിയിട്ടുള്ളത്. പ്രതിരോധ മേഖലയിലും ആത്മനിർഭർ ഭാരത് നടപ്പാക്കാനും സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ കനത്ത മറുപടി നൽകി. ഭീകരതയ്ക്കെതിരെയുള്ള ഭാരതത്തിന്റെ നിലപാടും ഒപ്പം പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരതയ്ക്ക് എത്രത്തോളം പിന്തുണ നൽകുന്നു എന്നുള്ളതും ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വിദേശ പര്യടനം നടത്തിയിട്ടുള്ള എംപിമാരുൾപ്പെടെയുള്ള സർവകക്ഷി സംഘത്തെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. അതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കുന്നു. കൂടുതൽ സാങ്കേതിക വിദ്യയും ബഹിരാകാശ മേഖലയിലും സാങ്കേതിക വിദ്യയിലും കൂടുതൽ പരീക്ഷണങ്ങളും വിജയങ്ങളും നേട്ടങ്ങളും എത്തിപ്പിടിക്കാൻ ഭാരതം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസന നേട്ടത്തിലേക്ക് എത്തുക, ഭാരതത്തിന്റെ സമ്പദ്ഘടന കൂടുതൽ ശക്തമായി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി. 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചു. UPI ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയം പൂർണ്ണമായും ഫലം കണ്ടു. UPI ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് UPI വഴി നടത്തുന്നു എന്നുള്ള പഠനങ്ങൾ പുറത്തു വരുന്നു. മുൻപ് ഇത്തരത്തിൽ UPI കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെ നടപ്പാക്കാൻ സാധിക്കും, സാധാരണക്കാർ എങ്ങനെ അത് ഉപയോഗിക്കും, സാധാരണക്കാരുൾപ്പെടുന്ന മാർക്കറ്റുകളിൽ ചന്തകളിൽ ഇതെങ്ങനെ പ്രായോഗികമാകുമെന്ന് ചോദിച്ച നേതാക്കൾ ഇന്നും ഭാരതത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ലോകത്തിൽ തന്നെ ഭാരതത്തിന്റെ നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് മൺസൂൺ കാല സമ്മേളനത്തിന് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്.